morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോടും തന്റെ കൂടെ വന്നവരോടും ഒക്കെ പലപ്പോഴും ഉപമകളാൽ കർത്താവ് അനേക കാര്യങ്ങളെ, വലിയ മർമ്മങ്ങളെ അവരോട് പറഞ്ഞു കൊടുത്തു. അതിൽ കർത്താവ് പറഞ്ഞ വളരെ മനോഹരവും അർത്ഥവത്തുമായ ഒരു ഉപമയാണ് വിത്തിന്റെ ഉപമ. വിത്ത് വിതയ്ക്കാനായിട്ട് ചെന്നപ്പോ വിത്ത് വിതയ്ക്കുന്ന ഒരാൾ 4 സ്ഥലങ്ങളിൽ വിതച്ചപ്പോൾ വീണു എന്നാണ്. അപ്പൊ അതിലൊന്ന് വഴിയരികെ വീണു. വഴിയരികിൽ വീണത് പറവ വന്ന് കൊത്തിക്കൊണ്ടു. അതായത് ഒരു 1 ടൈം യൂസ് കൊണ്ട് അത് കഴിഞ്ഞു, അത് പ്രയോജനപ്പെട്ടു, നഷ്ടപ്പെട്ടു പോയില്ല. പറവ വന്ന് കൊത്തിക്കൊണ്ടു. പക്ഷെ ആ വിത്ത് വിതച്ചതിന്റെ ഉദ്ദേശം ഒരു നേരത്തെ ഉപയോഗം കൊണ്ട് തീരാനായിരുന്നില്ല. അത് സസ്യമായും അനേക വിത്തുകളായും അനേക ധാന്യമായും തീരാൻ വേണ്ടി വിതച്ചതാണ്. പക്ഷെ അത് ഒരു നേരത്തെ ഉപയോഗം കൊണ്ട് അത് തീർന്നുപോയി. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ദൈവവചനം താൽക്കാലികമായ എന്തോ ചില നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് തീരാൻ വേണ്ടി ഉള്ളതല്ല. അത് വീണ് വളർന്ന് ആമേൻ അത് ഫലം കായ്ക്കാനുള്ളതാണ്. നിലനിൽക്കുന്ന ഫലം. അത് ചവിട്ടിക്കളയാനുള്ളതോ അത് പറവകൾ വന്ന് കൊത്തിക്കൊണ്ടു പോകാനുള്ളതല്ല. നമ്മുടെ ഉറപ്പ് ദൈവവചനത്തിലൂടെ, ദൈവവചനം കേൾക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകേണ്ട കാര്യം, ഞാൻ സൗഖ്യമായി, ഞാൻ വിടുവിക്കപ്പെട്ടു, ഞാൻ ശാപത്തിൽ നിന്ന് പുറത്തു വന്നു, ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി, പല കാര്യങ്ങൾ കേൾക്കുന്നു, ശരിയാണ്. പക്ഷെ അതിനെല്ലാം അടിസ്ഥാനം, അതിനെല്ലാം അപ്പുറമായിട്ടൊരു കാര്യമുണ്ട്. ആമേൻ. വചനത്താൽ, വചനത്തിന്റെ അറിവിനാൽ, വചനത്തിന്റെ വെളിപ്പാട് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനായി മാറി, ദൈവത്തിന്റെ പുത്രനായി മാറി. പുത്രത്വത്താൽ ഞാൻ ഈ എല്ലാ നന്മയ്ക്കും അവകാശികളാണ്. പുത്രനായതുകൊണ്ട് സൗഖ്യം ഉണ്ടായേ പറ്റൂ. പുത്രനായതുകൊണ്ട് സമൃദ്ധി അതെന്റെ അവകാശമാണ്. പുത്രനായതുകൊണ്ട് അനുഗ്രഹം എന്റെ അവകാശമാണ്. പുത്രനായതുകൊണ്ട് നീതീകരണം എന്റെ അവകാശമാണ്. ഈ ബോധ്യമാണ് നിങ്ങളെ വാഴേണ്ടത്. ഇത് പകൽ നിങ്ങൾ ഇടപെടുന്ന, നിങ്ങൾ എല്ലാ മേഖലകളിലും, എല്ലാ വ്യക്തികളിലും, എല്ലാ സ്ഥാനങ്ങളിലും ഈ ബോധ്യത്തോട് നിങ്ങൾക്ക് നിൽക്കാം. എനിക്ക് ഏതോ ചില സൗഖ്യങ്ങൾ, വിടുതൽ, അതെല്ലാം നിശ്ചയമായിട്ടും ഉണ്ട്, അത് നമ്മുടെ അവകാശമാണ്. പക്ഷെ അടിസ്ഥാനം എന്താണെന്നറിയാം? നിങ്ങൾ മക്കളാകിയാൽ നിങ്ങൾ അവകാശികളാണ്. ഇന്ന് പകൽ ആ ബോധ്യത്തോടെ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും ഈ ബോധ്യത്തോട് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.